Hi friends, welcome to our video class section. Today we are discussing the chapter Principles of Inheritance and Variations. Okay, so before we are starting class, I am describing some genetics terminology. അതായത് നമ്മുടെ ജെനറ്റിക്സിലെ ഉപയോഗിക്കുന്ന കുറച്ച് ടെർമിനോളജിയാണ് ആദ്യം നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് എന്ത് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പാരന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് എന്ന കുട്ടികൾ അല്ലെ, ആ കുട്ടികളിലേക്ക് വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് എന്ത് പറയുന്നത് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അതായത് എന്തായിരുന്നു, ദ ക്യാരക്ടേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ദ പാരന്റ്സ് ടു ദ ഓഫ്സ്പ്രിങ്സ്. അതാണ് എന്ത് ഹെറിഡിറ്റി, അതല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത്. അടുത്ത എന്താ വേരിയേഷൻ. നമ്മളെല്ലാവരും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അതേ കോപ്പിയാണോ? അല്ല, നമുക്ക് എന്തുണ്ട്, കുറച്ച് ഡിഗ്രി ഓഫ് എന്തുണ്ട്, അതിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോജനി ഡിഫേഴ്സ് ഫ്രം ദ റെസ്പെക്റ്റീവ് പാരന്റ്സ്. ഓക്കെ, പ്രോജനി ഡിഫറെന്റ് ഫ്രം ദ റെസ്പെക്റ്റീവ് പാരന്റ്സ്. സം ഡിഗ്രി നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കാം. അതാണ് എന്തെന്ന് പറയുന്നത് വേരിയേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഇസ് hereditary, next one is variation. Next term is allele അഥവാ allelomorphs. allele അതല്ലെങ്കിൽ allelomorphs. എന്താ allele എന്ന് പറഞ്ഞാൽ എന്താ, the alternate representation of a character. ഒരു ക്യാരക്ടറിന്റെ alternate representation പറഞ്ഞ പേരാണ് എന്ത് allele അതല്ലെങ്കിൽ allelomorph എന്ന് പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ എന്താ ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എന്ന് വെക്കാം. അപ്പൊ നമുക്ക് എന്താ ഹൈറ്റ്, അത് ഒന്നെങ്കിൽ ടോൾ ആവാം, അതല്ലെങ്കിൽ എന്താവാം ഷോർട്ട് ആവും അല്ലെ. അപ്പൊ നമ്മൾ ടോളിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചപ്പോ, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിച്ചു എന്ന് വെക്കുക. അപ്പൊ നമ്മൾ അതിന്റെ ഷോർട്ടിന് ഡിനോട്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കണം, സ്മോൾ ലെറ്റർ ടി ഉപയോഗിക്കുക. അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാവാം, ഐദർ ടോൾ ഓർ ഡ്വാർഫ് ആവാം. അതാണ് allele എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എ ക്യാരക്ടർ ഈസ് നോൺ ആസ് allele ഓർ allelomorph. ഓക്കെ, വാട്ട് ഈസ് ജീൻ? ജീൻ എന്താ, the hereditary unit is known as gene. allele എന്ന വാക്ക് കോയിൻ ചെയ്തത് വില്യം ബേറ്റ്സൺ. ഓക്കെ, the term gene coined by ജൊഹാൻസൺ. ഇനി ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. ഫീനോടൈപ്പും ജീനോടൈപ്പും എന്നുള്ള രണ്ട് വാക്കും കോയിൻ ചെയ്തത് ജൊഹാൻസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഫീനോടൈപ്പ് ഇസ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം. അതെങ്ങനെ കാണുന്നു, ഇപ്പൊ നമ്മൾ പച്ച കളറുള്ള ഇല അല്ലെങ്കിൽ ചുവന്ന പൂവ് എന്നൊക്കെ പറയില്ല, അപ്പൊ അതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് എന്ത് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ജനറ്റിക്കൽ അപ്പിയറൻസ്. അതായത് നമ്മളിപ്പോ നമുക്കറിയാം, എന്താ പറയാ, നമ്മളിപ്പോ പച്ച എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മഞ്ഞ കളർ ഫ്ലവർ എന്ന് പറഞ്ഞു ഇല്ലേ, പക്ഷെ അതില് ജനറ്റിക്കലി എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള ടേമാണ് എന്ത് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ജനറ്റിക്കൽ അറേഞ്ച്മെന്റ് is known as genotype and it is coined by Johansson. Okay, the next one is homozygote. അപ്പൊ നമ്മള് ഹോമോ എന്ന് പറയണമെങ്കിൽ ഒരുപോലത്തെ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈറ്റിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞു, ഇപ്പൊ ക്യാപിറ്റൽ ടി ഉപയോഗിക്കാന്ന് പറഞ്ഞു ഇല്ലേ. അപ്പൊ ആ ക്യാപിറ്റൽ ടി അപ്പൊ അതെന്തായി ഹോമോസൈഗോട്ട്. ക്ലിയർ ആയോ? ഇനി ഹെട്രോസൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി നമുക്ക് ലേറ്റർ ക്ലാസ്സുകളിൽ നമ്മളത് പറയും. അപ്പൊ ജസ്റ്റ് ഈ ടേം ആലോചിക്കുക, ആ ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അപ്പൊ ഹോമോസൈഗോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അല്ലീലുകളൊക്കെ ഒരുപോലെ. ഹെട്രോസൈഗോട്ട് പറഞ്ഞാൽ എന്താ, അല്ലീലുകളൊക്കെ ഡിഫറെന്റ്. ഇനി ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ് ചെയ്യണേ ആ ക്യാരക്ടറാണ് എന്ത് ഡോമിനന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് റിസസീവ് എന്ന് പറയുന്നത്. റിസസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് ക്യാരക്ടറാണോ സപ്രസ് ചെയ്ത് നിൽക്കുന്നത്, അതായത് എക്സ്പ്രസ് ചെയ്യാത്തത് ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത് റിസസീവ് എന്ന് പറയുന്നത്. അപ്പൊ മോണോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് ചെയ്യിപ്പിക്കുക അല്ലെ. അപ്പൊ ഒരു ക്യാരക്ടർ ഉപയോഗിച്ച് മാത്രം ക്രോസ് ചെയ്യിപ്പിക്കുന്നതിന് പറഞ്ഞ പേരാണ് എന്ത് മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പൊ അതിന്റെ ഡൈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 ക്യാരക്ടർ ഉപയോഗിച്ച് ക്രോസ് ചെയ്യിപ്പിക്കുന്നതിന് പറഞ്ഞ പേരാണ് എന്ത് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ടേമാണ്, നമ്മൾ ഈ ടേം ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മൾ എവിടെയൊക്കെയാണ് ഈ ഹോമോസൈഗോട്ട് അല്ലെങ്കിൽ ഹെട്രോസൈഗോട്ട് ഡോമിനന്റ് റിസസീവ് ഒക്കെ വരുന്നത് എവിടെയാണെന്നത് ക്ലിയർ ആയിട്ട് പറയാം. ഏതൊക്കെയാണ് ടേംസ്, ഹെറിഡിറ്ററി, വേരിയേഷൻ, അല്ലീല്, ജീന്, ഫീനോടൈപ്പ്, ജീനോടൈപ്പ്, ഹോമോസൈഗോട്ട്, ഹെറ്റിറോസൈഗോട്ട്, ഡോമിനന്റ്, റിസസീവ്, മോണോഹൈബ്രിഡ് ക്രോസ്, ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ജെനറ്റിക്സ് അതെന്താ, ദ സ്റ്റഡി ഓഫ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡെൽസ് വിത്ത് എന്താണ് ജെനറ്റിക്സ് ആൻഡ് വേരിയേഷൻ. അതായത് ഹെറിഡിറ്ററിയും വേരിയേഷനും പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ആ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് വില്യം ബേറ്റ്സൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. വില്യം ബേറ്റ്സൺ കോയിൻ ദ ടേം ജെനറ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് allele എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്ത് ആരെന്നെയാണ്, വില്യം ബേറ്റ്സൺ ആണെന്ന് പറഞ്ഞു. ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രിഗർ ജോൺ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബൊട്ടാണിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു ബൊട്ടാണിസ്റ്റിനേക്കാൾ ഉപരി അയാൾ എന്തായിരുന്നു, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ
നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്നത് ജെനറ്റിക്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചൂസ് ചെയ്ത ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് നമ്മളുടെ പീ പ്ലാന്റ് ആണ്. അതായത് നമ്മളുടെ പയറ് ചെടിയാണ് എന്ത് ചെയ്തത് ജെനറ്റിക്സിന്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഗ്രിഗർ ജോൺ മെൻഡൽ ഉപയോഗിച്ചത്. അത് എന്തുകൊണ്ടാണ് ആ പീ പ്ലാന്റ് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പീ പ്ലാന്റിന്റെ എന്താ പറയുക ഒരുപാട് വെറൈറ്റീസ് കിട്ടാൻ എളുപ്പമായിരുന്നു. മാത്രമല്ല നമുക്ക് എന്താ കൺഫർമേഷൻ ഓഫ് ഡിഫറൻസ് നമുക്കൊരു ഡാറ്റേനെ അത് കൺഫേം ചെയ്യണമെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു പീ പ്ലാന്റിൽ പറ്റിയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പീ പ്ലാന്റ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരുന്നു. വിത്തിൻ ഷോർട്ട് പീരീഡിൽ എന്ത് കിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ടാണ് എന്ത് ഗ്രിഗർ ജോൺ മെൻഡൽ എന്ത് ചൂസ് ചെയ്തത് പീ പ്ലാന്റിനെ ചൂസ് ചെയ്യാനുള്ള കാരണം. അദ്ദേഹത്തിന്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പീ പ്ലാന്റിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു അത് അവരുടെ അവൈലബിലിറ്റി പിന്നെ ക്രെഡിബിലിറ്റി പിന്നെ എന്താ പറയുക കൺഫർമേഷൻ ഓഫ് ഇൻഫറൻസ് എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ട് കിട്ടുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് ആ പീ പ്ലാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ മെൻഡലിന്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്ത് മെന്റലി പറഞ്ഞ ഒരു പ്രീസ്റ്റ് ആണെന്ന് പറഞ്ഞു ഒരു എന്തായാലും ഒരു ബയോളജിസ്റ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ആ സമയത്ത് അതായത് 1856 കാലഘട്ടത്താണ്. ഓക്കെ, ആ സമയത്ത് എന്ത് നടന്നിരുന്നില്ല സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചോ അതല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ലോജിക്കോ ഒന്നും ഒരു ഇതിൽ കൊടുക്കുന്നത് ഒരു ബയോളജിക്കൽ അപ്രോച്ചിൽ കൊടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും എന്ത് ചെയ്തു എതിർത്തു. ഓക്കെ, അപ്പൊ അത് മെന്റലിന്റെ എന്തായിരുന്നു ഒരു ഡ്രോബാക്ക് ആയിരുന്നു. അദ്ദേഹത്തിന് അതൊന്ന് പ്രൂവ് ചെയ്ത് കൊണ്ടുവരാണ്ട് പറ്റിയില്ല. എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് വെച്ച് എങ്ങനെ കൊണ്ടുവരാന്നുള്ളതൊക്കെ ശരിക്കും പ്രൂവ് ചെയ്യാനായിട്ട് മെന്റലിന് പറ്റിയില്ല. അതായിരുന്നു മെന്റലിന്റെ എന്ത് പറയുന്നത് ഡീമെറിറ്റ് എന്ന് പറയുന്നത്. മെന്റലിന്റെ എക്സ്പെരിമെന്റ് പിന്നെ ചൂസ് ചെയ്തത് 7 വർഷങ്ങളായിരുന്നു മെന്റൽ എന്ത് ചെയ്തത് മെന്റലിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ മെന്റല് എടുത്ത് ഞാൻ പറഞ്ഞു എന്ത് പീ പ്ലാന്റ് എടുത്തെന്ന് പറഞ്ഞു അല്ലെ. ആ പീ പ്ലാന്റിൽ മെന്റൽ സ്റ്റഡി ചെയ്തത് മെയിൻ ആയിട്ടും 7 ക്യാരക്ടേഴ്സ് ആണ്. സീഡിന്റെ ഷേപ്പ് അതെങ്ങനെയാവാം റൗണ്ട് റിങ്കിൾഡ്. നോക്കൂ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ റൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഡോമിനന്റ് അതായത് ആ മെന്റൽ എടുത്ത ആ പയർ ചെടിയിലെ എക്സ്പ്രസീവ് ക്യാരക്ടർ ആയിരുന്നു ഏതൊക്കെ ഈ റൗണ്ട് യെല്ലോ വയലറ്റ് അതൊക്കെ. അപ്പൊ അതെന്തായിരുന്നു ഡോമിനന്റ് ട്രേറ്റ് ആണ്. അതർ പോർഷനിൽ അപ്പുറത്തെ സൈഡിൽ എന്താ കൊടുത്തേക്കുന്നത് റിസസീവ് ട്രേറ്റ്. അത് എക്സ്പ്രസ് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് എന്ത് റിസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു സീഡ് ഷേപ്പ് എങ്ങനെയായിരുന്നു റൗണ്ടും റിങ്കിൾഡും. സീഡിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോയും ഗ്രീനും. ഫ്ലവർ കളർ എന്ന് പറയുന്നത് വയലറ്റും വൈറ്റും. പോഡ് ഷേപ്പ് അല്ലെ ആ പയറിന്റെ ആ പോഡില്ലേ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഫുള്ള്. അതായത് മറ്റേത് എങ്ങനെയായിരുന്നു റിസസീവിലെ കൺസ്ട്രക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ പോഡ് കളർ എന്ന് പറയണമെങ്കിൽ ഗ്രീനും യെല്ലോയും. സീഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു അല്ലെ സീഡ് ഷേപ്പ് റൗണ്ട് റിങ്കിൾഡ്. അതുപോലെ തന്നെ ഇനി ഫ്ലവറെ പറയണം കേട്ടോ. അപ്പൊ ഫ്ലവർ എന്ന് പറയുന്നത് എങ്ങനെ ആക്സിയൽ ഫ്ലവറും ടെർമിനൽ ഫ്ലവറും. ഓക്കെ, ആക്സിയൽ ഫ്ലവറും ടെർമിനൽ ഫ്ലവറും. സ്റ്റെമ്മിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ടോളും ഡ്വാർഫും. അങ്ങനെ സ്റ്റെമ്മ് ഫ്ലവർ പോഡ് സീഡ് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇങ്ങനെ 7 പേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് മെന്റലിന്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ചൂസ് ചെയ്തത്. Clear it us. Mendel selected pea plant. Why Mendel selected pea plant? The result will be get very easily in pea plant. Okay. പിന്നെ മാത്രമല്ല മെന്റൽ ഉപയോഗിച്ചത് ഇങ്ങനത്തെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് മീൻസ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ്. അപ്പൊ ഇത്രയും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് 7 വർഷം മെന്റൽ എന്ത് ചെയ്തു മെന്റലിന്റെ ആ ഫൈൻഡിങ്സ് അതല്ലെങ്കിൽ ആ മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത് ഈ പീ പ്ലാന്റിലായിരുന്നു. ഹലോ, അപ്പൊ നമ്മുടെ മെന്റലി കൊടുന്ന മെന്റലിന്റെ എല്ലാ ആശയങ്ങളെയും അല്ലെങ്കിൽ മെന്റൽ പ്രപ്പോസ് ചെയ്ത എല്ലാ ആശയങ്ങളെയും കൂടി ഒരുമിച്ച് ചേർന്ന് പറയുന്ന വാക്കാണ് എന്ത് മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് അതല്ലെങ്കിൽ മെന്റലിസം എന്ന് പറയുന്നത്. മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് അതല്ലെങ്കിൽ മെന്റലിസം. നമ്മൾ ആദ്യം കുറച്ച് ടേം പറഞ്ഞപ്പോൾ പറഞ്ഞു ഹോമോസൈഗസ് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നോക്കിയേ ക്യാപിറ്റൽ ടി അല്ലേ. അപ്പൊ അതെന്താ അത് രണ്ടും ഒരേപോലെയാണ്. രണ്ട് അല്ലീലുകളും ഒരേപോലെയാണ്. ഇതാണ് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ സ്മോൾ ടി ഇവിടെ എന്താണ് ഒരേപോലെയല്ലേ. അപ്പൊ അതെന്താണ് അതും എന്താ ഹോമോസൈഗസ് ആണ്. പക്ഷെ ഇവിടെ കിട്ടിയ റിസൾട്ട് നോക്കിയേ ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഇത് ഹോമോസൈഗസ് ആണോ? അല്ല, ഇതെന്താണ് ഹെറ്ററോസൈഗസ് ആണ്. അപ്പൊ ഏത് ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അത് ഡോമിനന്റും അടുത്തത് എന്തായിരിക്കും റിസസീവ് ആയിരിക്കും. മെന്റലിന്റെ സ്റ്റഡിക്ക് വേണ്ടി ചൂസ് ചെയ്തത് ഒരു ക്യാരക്ടറാണ് അല്ലെ. ടോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ക്യാരക്ടറാണ് മെന്റൽ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ക്രോസിന് പറഞ്ഞ പേരാണ് എന്ത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താ പറയുന്നതിനെ മോണോ ഹൈബ്രിഡ് ആയിട്ടുള്ള ക്രോസ്. അപ്പൊ ഇതാണ് പാരന്റ്. മെന്റൽ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി എടുത്ത പീ പ്ലാന്റിലെ പാരന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഒരു ടോൾ പ്ലാന്റും ആയിരുന്നു അതുപോലെ തന്നെ ഒരു ഡോർഫ് പ്ലാന്റും ആയിരുന്നു. അപ്പൊ ഈ ടോൾ പ്ലാന്റിന്റെ മെന്റൽ കൊടുത്ത സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഡോർഫ് പ്ലാന്റിന്റെ മെന്റൽ കൊടുത്ത സിമ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു സ്മോൾ ടി
സ്മോൾ ടി ആണ് അല്ലെ. അപ്പൊ ഗാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, രണ്ട് ഗാമേറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഒറ്റ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നതല്ലേ. അപ്പൊ മെന്റൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം വരും. മിയോസിസ് സമയത്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ഫീച്ചർ കിട്ടും. ഡ്വാർഫ് എന്ന് അതുപോലെ തന്നെ ഒരെണ്ണം കിട്ടും അല്ലെ. ഇത് രണ്ടിനെയും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. അതിന്റെ കേഴ്സർ പോകണം ശ്രദ്ധിക്കുക കേട്ടോ. ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. അപ്പൊ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ F1 ജനറേഷൻ ആണ്. അപ്പോൾ നമുക്ക് F1 ജനറേഷൻ എങ്ങനെയായിരുന്നു? ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോളായിരുന്നു. ഇവിടെ ഡോമിനന്റ് ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ടും എങ്ങനെയായിരുന്നു? ടോളായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോമിനന്റ് ആയിട്ടുള്ള പാരന്റ് ടോളും റിസസീവ് ആയിട്ടുള്ള ഡോർഫ് പാരന്റിയും കൂടി ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. ഇനി നമ്മൾ ഈ ഹെട്രോസൈഗസ് ആയിട്ടുള്ള പാരന്റ് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യാണ്? സെൽഫ് പോളിനേഷൻ ചെയ്യാണ്. ഓക്കെ. അപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ടി വന്നപ്പോൾ ഒരെണ്ണേ എടുത്തുള്ളൂ. പക്ഷെ ഇവിടെ നോക്കി നോക്കി നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. അപ്പൊ നമുക്ക് ഒരെണ്ണാണ് എടുക്കാൻ പറ്റുക? അല്ല, അവർക്ക് എങ്ങനെ വേണമെങ്കിലും മിയോസിസ് സമയത്ത് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ആ ഗാമേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ഐദർ ക്യാപിറ്റൽ ടി ഓർ സ്മോൾ ലെറ്റർ ടി ആയിരിക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്നും 2 ഗാമേറ്റ് ഫോം ചെയ്യും, ഇതിൽ നിന്നും എത്ര ഗാമേറ്റ് ഫോം ചെയ്യും? 2 ഗാമേറ്റ് ഫോം ചെയ്യും. അങ്ങനെ മൊത്തം എത്ര ഗാമേറ്റ് ഫോം ചെയ്യും? 4 ഗാമേറ്റ് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഇതിനെ 4 ഗാമേറ്റിനെ കാണിക്കാൻ വേണ്ടി നോക്കി നോക്ക്. ഇവിടെ നോക്കൂ, ഒരു പാരന്റ്, ഈ പാരന്റ് നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ ഈ പാരന്റ് ഗാമേറ്റ് നമ്മൾ ഇതാ മുകളിൽ കൊടുത്തു അല്ലേ. നോക്കി, ഈ പാരന്റ് ഗാമേറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യില്ല, അതേപോലെ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി ഇതിനെ കൊണ്ട് ഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഫോം ചെയ്യും? ക്യാപിറ്റൽ ടി. അപ്പൊ അതെന്താണ്? ഹോമോസൈഗസ് ആയിട്ടുള്ള ടോളാണ്. ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും അല്ലെ. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടോളായി. ഇവിടെ ക്യാപിറ്റൽ ടിയും ഉണ്ട്, അത് സ്മോൾ ടിയും ഉണ്ട്. അപ്പൊ അതെന്തായി? ഹെട്രോസൈഗസ് ടോളായി. ഇവിടെ സ്മോൾ ടീം ഈ സ്മോൾ ടീം ഇവിടെ ക്രോസ് ചെയ്തപ്പോൾ അതെന്തായി? ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഡോർഫായി. അപ്പൊ ഇതിന്റെ നമ്മൾ ഫീനോട്ടിപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ദേ ക്യാൻ ലുക്ക് ലൈക്ക് അല്ലെ. അപ്പൊ ഇതിന്റെ കാണുമ്പോൾ എങ്ങനെയാണ്? 3 ടോളുമാണ്, ഒരു എന്താണ്? ഡോർഫുമാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 3:1. സോ ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസസ് 3:1. പക്ഷെ ജനറ്റിക്കലി അവർ ഒരേപോലെയാണോ? അല്ലല്ലോ. അപ്പൊ ജീനോട്ടിപ്പിക് റേഷ്യോ ഈസ് 1:2:1. ഇതാണ് നമ്മുടെ ഹോമോസൈഗസ് ആയിട്ടുള്ള 1ഉം ഇത് രണ്ടും എന്താണ്? 2 ഹെട്രോസൈഗസ് and 1 homozygous ആയിട്ടുള്ള dwarf ആണ്. So the ratio is 1:2:1 is the genotypic ratio of the monohybrid cross. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ക്രോസ് വരയ്ക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് ആക്കി വരയ്ക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ആക്കി വരയ്ക്കാം. അപ്പൊ ഇതിന് ഇങ്ങനെ വരയ്ക്കുന്ന സ്ക്വയറിനെ അങ്ങനെ വരയ്ക്കാമെന്ന് കണ്ടെത്തിയ ഒരു സയന്റിസ്റ്റ് ആണ് റെജിനാൾഡ് സി പുന്നറ്റ് എന്ന് പറയുന്നത്. 1927 അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുന്നതിനെ പറയണം മറ്റൊരു പേരാണ് എന്ത്? പുന്നറ്റ് സ്ക്വയർ, അതല്ലെങ്കിൽ ചെക്കർ ബോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റെജിനാൾഡ് സി പുന്നറ്റ് ആണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. എങ്ങനെ നമുക്ക് ഇങ്ങനെ ക്രോസ് ഇങ്ങനെ കാണിക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോർഡാക്കി വരച്ച് കാണിക്കാമെന്ന് കണ്ടെത്തിയത്. ഓക്കെ. അപ്പോൾ എന്താണ് നമുക്കിപ്പോ മെന്റൽ പറഞ്ഞു. മെന്റൽ ഇപ്പോൾ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പാരന്റ് എടുത്തു, റിസസീവ് ആയിട്ടുള്ള ഒരു പാരന്റ് എടുത്തു അല്ലെ. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പാരന്റിന്റെ ജീനോടൈപ്പ് നമുക്ക് അറിയില്ല എന്ന് വെക്കുക. അങ്ങനെ അറിയില്ലാത്ത കേസുകളാണെങ്കിൽ നമുക്ക് എങ്ങനെ ആ ജീനോടൈപ്പ് കണ്ടെത്താം? അതിനുവേണ്ടി മെന്റൽ കൊണ്ടുവന്ന ഒരു ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. Any cross involving the homozygous recessive trait and unknown genotype. അവിടെ ഉപയോഗിക്കേണ്ട ഒരു പാരന്റ് എങ്ങനെയായിരിക്കണം? നമ്മളുടെ നോൺ ആയിട്ടുള്ള ഹോമോസൈഗസ് ആയിട്ടുള്ള ആര് വേണം? റിസസീവ് വേണം. ഓക്കെ. അപ്പൊ അടുത്ത ആൾ എങ്ങനെയാ വേണം? അൺനോൺ ജീനോടൈപ്പ് ആണ്. അതൊന്നെങ്കിൽ എങ്ങനെയാവാം? ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താ? സ്മോൾ ലെറ്റർ ആർ എന്നാണ് അല്ലെ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഒന്നെങ്കിൽ എങ്ങനെയാവാം? ക്യാപിറ്റൽ ആർ ആവാം, അതല്ലെങ്കിൽ എങ്ങനെയാവാം? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആവാം. പക്ഷെ നമുക്ക് അറിയില്ല ജീനോടൈപ്പ് ഏതാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതിനുള്ള ഒരു ക്രോസ് ആണ് എന്ത് പറയുന്നത്? മെന്റലി കണ്ടെത്തിയത് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കൂ, ഇപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്നും ഒരു ജീനോടൈപ്പ് നമ്മൾ ഒരു ഗാമറ്റ് എടുത്തു. അപ്പൊ എന്താ? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ ഒരു ഗാമറ്റ് എടുത്തു അല്ലെ. ഇവിടെ എന്തുണ്ട്? ക്യാപിറ്റൽ ആറാണോ? അല്ല, സ്മോൾ ആർ ആണുള്ളത്. അപ്പൊ ഈ ക്യാപിറ്റൽ ആറും ഈ സ്മോൾ ആറും കൂടി നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? റെഡ് തന്നെയാണ് കിട്ടുക. ഇത് റെഡ് ഫ്ലവർ അല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ആണ്. നമുക്ക് റെഡ് ഫ്ലവർ കിട്ടും. ഇനി ഇതുപോലെ ക്രോസ് ചെയ്തൊക്കെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും അതിനെ നമ്മൾ ഇങ്ങനെ നോക്കുക. ഇത് എവിടെ കൊടുത്തിട്ടുണ്ട്? 2 തരം ക്രോസ് കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ആറിനെ നമ്മൾ എന്താ ചെയ്യാണ്? സ്മോൾ ആർ വെച്ച് ക്രോസ് ചെയ്യുമ്പോൾ എല്ലാതും എന്തായിരുന്നു? നമുക്ക് എന്താ കിട്ടിയത്? പാരന്റിന്റെ ഡോമിനന്റ് ക്യാരക്ടറാണ് കിട്ടിയത്. കാരണം ഇവിടെ എന്തായിരുന്നു? ഡോമിനന്റ് ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള ഹെട്രോ കണ്ടീഷനിലാണ് എടുക്കണമെങ്കിൽ ദർ ഹാവ് എൻ ഈക്വൽ ചാൻസ് ഫോർ ഗെറ്റിംഗ് ബോത്ത് പാരന്റ് ക്യാരക്ടർ.
ഹോമോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ ഓൺലി നമുക്ക് എപ്പോഴും എന്താ കിട്ടുള്ളൂ, നമുക്ക് ആ പാരന്റിന്റെ എന്താ കിട്ടുള്ളൂ, ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഇല്ലേ അതേ കിട്ടുള്ളൂ. പക്ഷെ ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ വി ഗെറ്റ് ദ ചാൻസ് ഫോർ ഗെറ്റിംഗ് ബോത്ത് പാരന്റൽ ക്യാരക്ടേഴ്സ് ഐദർ റെഡ് ഓർ ദ വൈറ്റ് പ്ലാന്റ്. ക്ലിയർ ഇറ്റ് ഇസ്? ഓക്കെ. ഇനി ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് എന്താ, F1 ഹൈബ്രിഡിനെ, അതായത് നമുക്ക് ഈ കിട്ടിയ F1 ജനറേഷനെ അല്ലെ, RR എന്ന് പറഞ്ഞ F1 ജനറേഷൻ അല്ലെങ്കിൽ TT പറഞ്ഞ F1 ജനറേഷനെ എപ്പോഴും എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പാരന്റിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുക. അതാണ് പറയുന്നത് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും എപ്പോഴും കിട്ടുക. അതായത് ക്യാപിറ്റൽ T സ്മോൾ t എന്ന് പറഞ്ഞ ഹെട്രോസൈഗസ് ആയിട്ടുള്ള F1 ആണെന്ന് വെക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ പാരന്റിനെ ഡോമിനന്റ് പാരന്റിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ, നമുക്ക് എന്ത് കിട്ടി, എല്ലാവരും ടോൾ ആയിട്ടുള്ള ഒരു ക്രോസ് കിട്ടി. അപ്പൊ നമുക്ക് അതിൽ നിന്നും എപ്പോഴും ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ അധികം എന്തായിരുന്നു, പാരന്റൽ ക്യാരക്ടേഴ്സ്, പാരന്റിലെ ഡോമിനന്റ് ക്യാരക്ടേഴ്സ് ഏതാണോ അതന്നായിരിക്കും കൂടുതൽ ചാൻസ് എവിടെ, ബാക്ക് ക്രോസിലെ. അപ്പൊ മെൻഡലെ കൊണ്ടുവന്ന, അതായത് മോണോഹൈബ്രിഡ് ക്രോസ് നടത്തി, ടെസ്റ്റ് ക്രോസ് നടത്തി, അതുപോലെ തന്നെ എന്ത് ചെയ്തു, ബാക്ക് ക്രോസ് നടത്തി അല്ലെ. അപ്പൊ അതിന്റെ ബേസിൽ മെൻഡൽ എന്ത് ചെയ്തു, കുറച്ച് ലോസ് ഒക്കെ കൊണ്ടുവന്നു. മെയിൻലി മെൻഡൽ കൊടുക്കുന്നത് 3 ലോസ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ ആ പോർഷനെ ബേസ് ചെയ്തിട്ട് മെൻഡൽ കൊടുന്നത് ആകെ 2 ലോ ആണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡോമിനൻസ് ആണ്. ലോ ഓഫ് ഡോമിനൻസ് എന്താ, the law states that the expression of only one of the parental character in a monohybrid cross in the F1 and the expression of both in F2. അതായത് F1-ലെ ഡോമിനന്റ് ക്യാരക്ടർ കാണിച്ചു നോക്കിയാൽ, പക്ഷെ F2-ലെ ഏതാണ് പാരന്റൽ ക്യാരക്ടേഴ്സ്, ആ 2 ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാൻ വിസിബിൾ ആവാം. നമ്മൾ 3:1 എങ്ങനെയായിരുന്നു, ടോളും വന്നു, അതുപോലെ തന്നെ എന്ത് വന്നു, ഡോർഫും വന്നു അല്ലെ. F1-ലെ ടോള് വന്നാലും F2-ൽ എന്ത് വന്നു, ടോളും വന്നു, ഡോർഫും വന്നു. അപ്പോൾ ഡോമിനന്റ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യുമെന്നാണ് ആര് പറഞ്ഞത്, മെൻഡലിന്റെ ലോസ് ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അടുത്ത എന്താ, ലോസ് ഓഫ് സെഗ്രിഗേഷൻ അതല്ലെങ്കിൽ പ്യൂരിറ്റി ഓഫ് ഗാമെറ്റ്സ്. ലോസ് ഓഫ് സെഗ്രിഗേഷൻ അതല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞ പ്യൂരിറ്റി ഓഫ് ഗാമെറ്റ്സ് എന്ന് പറഞ്ഞത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഗാമെറ്റ്സിനും അല്ലെ, ക്യാപിറ്റൽ T സ്മോൾ t എന്ന് പറഞ്ഞു. എപ്പോഴും ക്യാപിറ്റൽ T മാത്രമാണോ പോയത്, അല്ല, സ്മോൾ ടീം പോയില്ലേ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മെൻഡലിനെ ക്രോസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഗാമേറ്റ്സിന് പോകാമെന്ന് മെൻഡൽ കണ്ടെത്തി. അതെന്താ പറഞ്ഞത്, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻഡിവിജ്വൽസ് റിസീവ്സ് 1 ഫാക്ടർ ഫ്രം ഈച്ച് ഓഫ് ഹിസ് ഓർ പാരന്റ്സ് ഇസ് റെസ്പെക്ട് ഓഫ് എ പർട്ടിക്കുലർ ട്രേറ്റ് ആൻഡ് ദേ ഡു നോട്ട് ബ്ലെൻഡ്. അവരെന്ത് ചെയ്യുന്നു, ഈ ടോളും ഡോർഫും കൂടി ചേർന്നിട്ട് ഇടയിലുള്ള കിട്ടിയോ, ഇല്ല. അവരെന്ത് ചെയ്തു, അത് ഒരു മിക്സ് ചെയ്തിട്ടാണ് കിട്ടിയത്, അല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടോൾ അതല്ലെങ്കിൽ ഡോർഫ് കിട്ടി. മെൻഡല് 1884 ആകുമ്പോഴേക്കും മെൻഡലിന്റെ എന്താ പറയാ, മെൻഡൽ മരിച്ചുപോയി. അപ്പൊ മെൻഡലിന്റെ വർക്കിന് പബ്ലിഷിംഗും കിട്ടിയില്ല. അങ്ങനെ മെൻഡലിന്റെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്ന 3 സയന്റിസ്റ്റ് ആണ്. ആ 3 സയന്റിസ്റ്റ് ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസും അതുപോലെ തന്നെ എറിക് വോൺ ടെഷ്മാർക്ക്. ഓക്കെ.